ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു യാത്രാ ബ്ലോഗാണ്. തളിപ്പറമ്പിനടുത്ത് പറപ്പൂൽ എന്ന സ്ഥലത്തുള്ള പറപ്പൂൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള ഒരു യാത്ര. തളിപ്പറമ്പ് നിന്നും 7-ാം മൈൽ കൂവോട് വഴിയും തളിപ്പറമ്പ് നിന്ന് പുളിമ്പറമ്പ് വഴിയും ഇവിടേക്ക് എത്തിച്ചേരാം. പറപ്പൂൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടിയുള്ള ചെറിയൊരു റോഡിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഗ്രാമപ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. ഇതൊരു വയലാണ്. ഇപ്പം നെല്ലൊക്കെ മൂർന്നു കഴിഞ്ഞു. ഇനി വേനൽക്കാലമാകുമ്പോൾ പച്ചക്കറി കൃഷി ഉണ്ടാകും. ദൂരെ ആ കാട് പോലെ കാണുന്നതാണ് കാവ്. ഇപ്പോഴൊക്കെ മിക്കവാറും എല്ലാ കാവുകളും ചുറ്റും കാടൊക്കെ വെട്ടിത്തെളിച്ച് മുറ്റമൊക്കെ ഇൻ്റർലോക്കും ഷീറ്റുമൊക്കെ ഇട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. എന്നാൽ കാവ് എന്ന പദത്തെ ശരിക്കും അന്വർത്ഥമാക്കുന്ന വിധത്തിൽ ചുറ്റും മരങ്ങളും വള്ളിക്കെട്ടുകളും ഒക്കെയുള്ള ഒരു കാവാണ് പറപ്പൂൽ ശ്രീ ഭഗവതി ക്ഷേത്രം. ശരിക്കും കാവുകൾ എന്ന് പറഞ്ഞാൽ ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു കലവറ തന്നെയാണ്. കാവിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. നാടിൻ്റെ നാഡിമിടിപ്പുകളായ കാവുകൾ ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു കലവറ തന്നെയാണ്. കാക്കുക എന്ന ദ്രാവിഡ പദത്തിൽ നിന്നാണ് കാവ് എന്ന പദം ഉണ്ടായത്. നിത്യഹരിതവനങ്ങളുടെ ചെറുരൂപങ്ങളായ കാവുകൾ അവയുടെ പ്രാധാന്യം മനസ്സിലാക്കാതെ ചുറ്റുമുള്ള കാടൊക്കെ വെട്ടിത്തെളിച്ച് കാവിനെ കാവല്ലാതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പുറത്തെ ഭഗവതി അല്ലെങ്കിൽ കളിയാംവള്ളി എന്ന പേരിൽ കാടിനെ പരിപാലിക്കാൻ ഒരു ഭഗവതി തന്നെയുണ്ടിവിടെ. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഇവിടെ അമ്മ ദൈവാരാധനയ്ക്കാണ് പ്രാധാന്യം. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഡിസംബർ മാസത്തിലാണ് ഉണ്ടാവുക. ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യ ദിവസം തന്നെ 4 ദേശക്കാരുടെ, അതായത് പറപ്പൂൽ, കയ്യം, പരണൂൽ, അരിയിൽ എന്നീ 4 ദേശക്കാരുടെ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയുണ്ട്. തുടർന്ന് തെയ്യക്കോലങ്ങൾ തുടങ്ങും. മഞ്ഞാളമ്മ, മലക്കിടാരൻ, വേട്ടക്കൊരുമകൻ, കരിവേടൻ, വയനാട്ടുകുലവൻ, കാരൻ ദൈവം, ഭൂതത്താന്മാർ, നാഗക്കന്നിയമ്മ തുടങ്ങിയ തെയ്യങ്ങളുടെ വെള്ളാട്ടവും തെയ്യവും ഉണ്ടാകും. കളിയാംവള്ളി തോറ്റം, ഭൂതത്താന്മാരുടെ തോറ്റം, ഇളങ്കോലം എന്നിവയും ഉണ്ടാകും. പിന്നെ ഈ 4 ദേശക്കാരുടെ കാഴ്ചവരവും ഉണ്ടാകും. ലാസ്റ്റ് ദിവസമാണ് പറപ്പൂൽ ശ്രീ ഭഗവതിയുടെ തിരുമുടി ഉയരുന്നത്. ഇത് കാണേണ്ടത് തന്നെയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി ഉടനെ വരാം.